ഇസ്രായേൽ പ്രസിഡന്റിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകാൻ തയ്യാറാകാത്ത പ്രസിഡന്റ് സ്വയം അപമാനിതനാകുന്നുവെന്ന് ട്രംപ്. പ്രസിഡന്റിന്റെ പദവി തന്നെ ഇത്തരം സംഭവങ്ങൾ ഇടപെടാനുള്ളതെന്നും ട്രംപ് പറഞ്ഞു. വിവിധ കേസുകളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന് വിചാരണ നേരിടുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകാൻ തയ്യാറാകാത്ത പ്രസിഡന്റ് സ്വയം അപമാനിതനാകുന്നുവെന്ന് ട്രംപ് പറയുന്നത്. പ്രസിഡന്റിന്റെ പദവി തന്നെ ഇത്തരം സംഭവങ്ങൾ ഇടപെടാനുള്ളതെന്നും ട്രംപ് പറയുന്നു. വിവിധ കേസുകൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന് വിചാരണ നേരിടുകയാണ്. You have a president that refuses to give him a pardon. I think that man should be ashamed of himself. A pardon over this trial that's going on. The president of Israel, the primary power he's got is the power to give pardons, and he's not. He said he's given it 5 different times, but he doesn't want to do it because I guess he loses his power. I think the people of Israel should really shame him. He's disgraceful for not giving it. He should give it. But Bibi's been a great wartime prime minister, and I've been the best friend to Israel I think that they've ever had. A lot of people say beyond presidents that they've ever had, and വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഇസ്രായേൽ പ്രസിഡന്റിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അനഘ, തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെതിരായ ഒരു നിലപാടാണ്. ഐസക് ഹെർസോഗ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിരവധി കേസുകളുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഈ യുദ്ധ സാഹചര്യത്തിലും അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അഴിമതി, അതുപോലെ തന്നെ മറ്റ് ചില കേസുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള കേസുകൾ, അഴിമതിയും അത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ ആരോപണങ്ങളായി ഉയരുന്നുണ്ട്. ആ ആരോപണങ്ങളിലെല്ലാം തന്നെ മാപ്പ് നൽകാനുള്ള ഒരു അധികാരം പ്രധാന രാജ്യത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ഐസക് ഹെർസോഗിനുണ്ട്. അത് നടപ്പാക്കാത്തതിൽ അദ്ദേഹം സ്വയം ലജ്ജിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ കേസുകൾ അദ്ദേഹത്തിന്റെ ആത്മവീര്യം തകർക്കുന്ന ഒരു നിലപാടാണ് എന്നാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആശയം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ പല കാര്യങ്ങളിലുമുള്ള ഇടപെടലുകൾക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ഒരു പ്രകൃതം അല്ലെങ്കിൽ ഒരു രീതി കൃത്യമായും ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ആ ട്രംപ് മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഇത്തരം നിലപാടുകൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കുറെ കൂടി കൃത്യമായൊരു നീക്കം ഐസക് ഹെർസോഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ഭരണത്തിലിരിക്കുന്ന വ്യക്തിക്കെതിരെ അനാവശ്യമായി ഉണ്ടാകുന്ന കേസുകൾ എന്ന ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അത്തരം നിലപാടുകൾ ഗുണകരമല്ല, ആരോഗ്യകരമായ ഒരു നിലപാടല്ല എന്ന ഒരു വീക്ഷണം തന്നെയാണ് ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അനഘ.